അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്കിന്ന് 5ാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള താരിഖിൻ്റെയും അഖ്ലാഖിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്ന് ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഉസ്വത്ത്, അഹ്സാബ്, ആത്മരക്ഷ, ജബലുർ റുമ, ബനു ഖുറൈള. ഒന്ന് ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ഡാഷ്. ഉത്തരം ആത്മരക്ഷ. രണ്ട് നബിസല്ലല്ലാഹു തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിന് പറയും ഡാഷ്. ഉത്തരം അസ്വത്ത്. മൂന്ന് മദീനയിലെ ജൂതഗോത്രമായിരുന്നു ഡാഷ്. ഉത്തരം ബനു ഖുറൈള. നാല് ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം. ഉത്തരം ജബലുർ റുമ. അഞ്ച് ഖന്തക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര്. ഉത്തരം അഹ്സാബ്. രണ്ട് ശരി അടയാളപ്പെടുത്താം. ഒന്ന് ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത്. ഉത്തരം അലി റളിയല്ലാഹു അൻഹു. രണ്ട് മക്ക വിജയം നടന്ന മാസം. ഉത്തരം റമളാൻ. മൂന്ന് ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു. ഉത്തരം ത്വായിഫ്. നാല് റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ. ഉത്തരം ഖാലിദ് റളിയല്ലാഹു അൻഹു. അഞ്ച് സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം. ഉത്തരം ഹിജർ. മൂന്ന് യോജിപ്പിക്കാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൽ നിന്നും മടങ്ങി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം. ഉത്തരം ജഅറാന. രണ്ട് ഷാമിൽപ്പെട്ട സ്ഥലമാണ്. ഉത്തരം മുഅ്തദ്. മൂന്ന് റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം. ഉത്തരം തബൂക്ക്. നാല് ശാഫിഈ മദ്ഹബിന്റെ ഇമാം. ഉത്തരം മുഹമ്മദ് ബിനു ഇദ്രീസ്. അഞ്ച് അബൂ മൻസൂരി മുഹമ്മദ്. ഉത്തരം അൽ മാതുരിദി. നാല് ബ്രാക്കറ്റിൽ നിന്ന് പൂർത്തിയാക്കാം. ഒന്ന് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി അർ-റുസുൽ. രണ്ട് മൻ ദഖല ദാറ അബി സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദി ഫഹുവ ആമിനുൻ. ഇനി നമുക്ക് അഖ്ലാഖ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അഞ്ച് തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ ഏതെല്ലാം? ഉത്തരം ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക, മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒഴിവാകുക. ആറ് ഒറ്റ വാക്കിൽ എഴുതാം. ഒന്ന് ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. ഉത്തരം നന്മ. രണ്ട് അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ. ഉത്തരം ഇഖ്ലാസ്. മൂന്ന് നന്നായാൽ ശരീരം മുഴുവനും നന്നാകുന്ന ഒന്നാണ്. ഉത്തരം കൽബ്. നാല് മനുഷ്യരെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ്. ഉത്തരം നാവ്. അഞ്ച് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ്. ഉത്തരം ക്ഷമ. ഏഴ് വ്യക്തമാക്കാം. ഒന്ന് ഫാത്തിമ ബീവിയുടെ വസിയത്ത്. ഉത്തരം എൻ്റെ മയ്യത്ത് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷവും അന്യപുരുഷന്മാർ കാണാനിടവരരുത്. രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത്. ഉത്തരം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മൂന്ന് വസ്ത്രം അണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചവർ. ഉത്തരം സ്ത്രീ വേഷമണിയുന്ന പുരുഷനെയും പുരുഷവേഷമണിയുന്ന സ്ത്രീയെയും. എട്ട് അർത്ഥമെഴുതാം. ഒന്ന് അഫല അക്കൂന അബദൻ ഷക്കൂറ. അർത്ഥം ഞാൻ നന്ദിയുള്ള ഒരു അടിമ ആകേണ്ടതില്ലയോ. രണ്ട് ഇന്നല്ലാഹ യഖ്ബലു തൗബൽ അബ്ദി മാ ലം യുഅർഇർ. ഉത്തരം റൂഹ് തൊണ്ടൻ കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഒമ്പത് ഉത്തരം എഴുതാം. ഒന്ന് കസ്തൂരി വയ്ക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയാണ് ഉപമിച്ചത്?
ഉത്തരം നല്ല സഹവാസിയും ചീത്ത സഹവാസിയും. 2. ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 3. കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണമെന്ത്? ഉത്തരം അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.